ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിങ് വീഡിയോ തൊട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ. അപ്പം നമ്മൾ എറണാകുളത്ത് നിന്നും നമ്മൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോകാൻ പോകുന്നത്, എൻ്റെ നാട്ടിലോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടതേ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ 27 പേര് കണ്ടിട്ട് അകപ്പെടെ 4 ലൈക്ക് കിട്ടിയുള്ളൂ. അതിൽ ഒരു ലൈക്ക് ഞാൻ സ്വന്തമായിട്ടിട്ട ഓൺ ലൈക്കാണ്. ബാക്കി 3 ലൈക്കും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 27 കണ്ട് പിന്നെ ഒരു 20 പേർക്കെങ്കിലും ലൈക്ക് ഇട്ടൂടെ ഗൈസ്. ഈ വീഡിയോ എങ്കിലും കാണുന്നവരെല്ലാവരും ലൈക്ക് ഇടാൻ ശ്രമിക്കുക. ലൈക്ക് ഇടുന്നത് നിങ്ങൾ മറന്നു കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു, പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ ശേഷം ബാക്കി വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം ബാക്കി വീഡിയോ കാണുക പ്ലീസ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുങ്ങി നിങ്ങൾക്ക് ടാറ്റ തരുവാണ്, ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ഇനി കീ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര. കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പോൾ അത് കിട്ടി. അപ്പോൾ വളരെ നല്ല സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. യൂബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ വെയിറ്റിങ്ങിൻ്റെ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യൂബർ വന്നു. നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഈ കാണുന്ന കാഴ്ചകളാണ് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കാഴ്ചകൾ. ഇവിടുത്തെ ഗ്രൗണ്ട്, ഇവിടുത്തെ ഓഡിറ്റോറിയം, ഇവിടുത്തെ ക്യാമ്പസിൻ്റെ വ്യൂ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ട്രാവലിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ ഇവിടുത്തെ കാര്യവട്ടം ക്യാമ്പസ് പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലത്തൊരു കോളേജ്. അപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ പോയിട്ടുള്ളവർക്കറിയാം. ഞാനവിടെ ബികോം പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബികോം വശം കിട്ടുന്നില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് വെച്ചിട്ട് ഞാനങ്ങ് നിർത്തിയതായിരുന്നു. 1 സെമസ്റ്റർ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ 6 മന്ത് ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ഫീസ് അടയ്ക്കേണ്ട സമയം. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞു, വേണ്ട എനിക്ക് പറ്റത്തില്ല, ബികോം പറ്റുന്നില്ല ഒട്ടും. കാരണം ഞാൻ +2 ബയോസയൻസ് എടുത്തത്. സോ ബികോം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബികോം സ്റ്റോപ്പ് ചെയ്തു. സോ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും ഞാൻ TC വാങ്ങിയിട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിടെ ഓർമ്മ വന്നേ. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ദാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ, മെട്രോ സ്റ്റേഷനിലാണ്. അങ്ങനെ പിന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് എനിക്ക് മെട്രോ കണ്ടപ്പോൾ തോന്നി. അങ്ങനെ മെട്രോയിൽ കയറി. നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ 3 പേർക്കും 3 സ്ഥലത്താണ് സീറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അമ്മ നേരെ ഓപ്പോസിറ്റായിരുന്നു, അച്ഛൻ അപ്പുറത്തെ സൈഡിന്മേലായിരുന്നു. അപ്പോൾ മെട്രോയുടെ കാഴ്ച ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ മെട്രോ പോകുന്നത് കണ്ടോ? എല്ലാവരും കണ്ടല്ലോ ഗായ്സ്. അപ്പോൾ മെട്രോയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി. അങ്ങനെ പിന്നെ മെട്രോയിൽ നിന്നും ഇറങ്ങിയിട്ട് ഇനി നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മെട്രോയിൽ നിന്നും ഇനി നമ്മൾ പോകാൻ പോകുന്നത് എറണാകുളം സൗത്ത് മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയപ്പോൾ 7 മണിക്ക് ട്രെയിനുള്ളൂ. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. പൊറോട്ടയും ഗ്രേവിയല്ല, ഗ്രീൻ പീസ് കറിയുമാണ് കഴിച്ചത്. പിന്നെ എനിക്ക് വീഡിയോയിൽ ഇടണമെന്ന് തോന്നി. കണ്ടോ ട്രെയിൻ വരുമ്പോൾ ട്രെയിനിൽ ചാടി കയറാൻ വേണ്ടി അപ്പുറത്തെ സൈഡിൽ കുറേ പേര് നിൽക്കുന്നു. അപ്പോൾ നമ്മളാരെ പൊട്ടരാണോ? പിന്നെ നമുക്ക് സീറ്റ് കിട്ടില്ല. പിന്നെ ട്രെയിനിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിക്കും തിരക്കും ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. യൂബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഭാഗ്യവശാൽ യൂബർ കിട്ടി. അങ്ങനെ പിന്നെ യൂബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തമ്പാനൂരിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട്. നൈറ്റ് വ്യൂ അടിപൊളിയല്ലേ തമ്പാനൂരിൽ എവിടെ ആയാലും നൈറ്റ് വ്യൂ അടിപൊളിയായിരിക്കും. ഇനി ഒന്ന് വീട്ടിൽ പോയി ഫ്രഷായി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അത്രയ്ക്ക് ക്ഷീണമുണ്ട് കേട്ടോ. കാരണം എറണാകുളത്ത് നിന്ന് ആലപ്പുഴ എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. പിന്നെ ആലപ്പുഴയിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ദൂരമുള്ളത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ വീട്ടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
വീണ്ടും അവിടെ എത്തി നമ്മളവിടെ ഇറങ്ങി വീണ്ടും അങ്ങോട്ട് നടന്ന് പോവാണ്. പിന്നെ പുറത്ത് പോയിട്ട് വന്നാൽ എപ്പോഴും നമ്മൾ കാലും കൈയും കഴുകിയിട്ടേ അകത്ത് കയറത്തുള്ളൂ. കുഞ്ഞിലുള്ള ശീലമാണ്. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്, അതാ ഫേസ് കാണിക്കാത്ത. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.